ഹലോ, ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ഒരു വടക്കൻ വീരഗാഥ 4K റിലീസ് ചെയ്തിട്ട് 6-ാം ദിവസമാണ്. ആദ്യ 5 ദിനങ്ങളിലും സിനിമയ്ക്ക് മിന്നുന്ന പ്രകടനമാണെങ്കിൽ 6-ാം ദിവസവും അത് തുടരുന്നു. പ്രത്യേകിച്ച് വർക്കിംഗ് ഡേയിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള അഭിപ്രായങ്ങളും ഒപ്പം നല്ല ലെവലിലുള്ള ടിക്കറ്റ് ബുക്കിങ്ങും കാണാൻ കഴിയുന്നു. ഇന്നും സിനിമയുടെ ഷോ കൗണ്ടുകൾ കൂട്ടുന്നു, തിയേറ്ററുകൾ കൂട്ടുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ആവശ്യം പ്രമാണിച്ച് ഇതിൻ്റെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവരും ചേർന്ന് വീണ്ടും ഷോകൾ കൂടുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കേരളത്തിൽ നല്ല ലെവലിൽ തന്നെയാണ് സിനിമ പോകുന്നത്. ഇതിനിടയിൽ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ തമ്മിലിൽ കൊടുത്തിരിക്കുന്ന അത് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം. ഫസ്റ്റ് ഡേ കളക്ഷൻ 1750 രൂപ എന്നുള്ളത്. അത് ഏതോ ഒരു ചങ്ങാതി പടച്ചുവിട്ട ഒരു കാര്യമാണ്. പക്ഷേ ആ ചങ്ങാതി ഇപ്പോൾ ബ്ലാക്കിൽ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് വിൽക്കുക എന്നാണ് ആരോ പറഞ്ഞ് ഞാൻ കേട്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ മാനസികാവസ്ഥ നമുക്കൊന്ന് കാണുമ്പോൾ എന്ത് രസമാണെന്ന് നോക്കുക. ഒരു പടം ഇറങ്ങുമ്പോൾ 1750 രൂപ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ ആ അദ്ദേഹത്തിന് ആദ്യ ദിനം കേരള കളക്ഷൻ വന്നത് 10 ലക്ഷത്തിന് മുകളിലെന്ന് പറയുമ്പോൾ എന്തൊരു കണ്ണീരായിരിക്കുമെന്ന് ആലോചിക്കുക. പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യം വേറെ ഒന്നുമല്ല. 2-ാം ദിവസവും 3-ാം ദിവസവും മികച്ച രീതിയിലേക്ക് പോകുന്നു. സിനിമ 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷനിലേക്ക് കയറുന്നു. അങ്ങനെ സിനിമ 5 ദിവസങ്ങളിൽ നിന്ന് മാത്രമേ 60 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് കയറുകയും ചെയ്തിരിക്കുന്നു. എന്താണെങ്കിലും മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയുടെ കളക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ വാരം പിന്നിടുമ്പോൾ 70 ലക്ഷം രൂപ കഴിയുന്നു കേരള കളക്ഷൻ മാത്രം എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമ 1 കോടിയും കഴിഞ്ഞിട്ടുണ്ടാകാം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കാരണം എല്ലാ സ്ഥലത്തും സിനിമയ്ക്ക് നല്ല ലെവലിലുള്ള ബുക്കിങ്ങും കാര്യങ്ങളും. തിയേറ്റർ കൗണ്ടുകളുടെയും ഷോ കൗണ്ടുകളുടെയും ആ ഒരു കുറവ് മാത്രമാണ് സിനിമയ്ക്കുള്ളത്. എന്നിരുന്നാലും കൂടുതൽ ഷോകൾ കൂടുന്നു, ആളുകൾ കാണാൻ വരുന്നു. വർഷങ്ങളായി സിനിമ തിയേറ്ററിൽ പോയി കാണാത്തവർ വരുന്നു. എന്തിന് ഇങ്ങനെ ഫസ്റ്റ് ഡേ കളക്ഷൻ 1750 എന്ന് എഴുതിയ ടീം പോലും തലയിൽ മുണ്ടിട്ട് കയറി 2-3 പ്രാവശ്യം കാണുന്നു. ഇതൊക്കെയാണ് സിനിമ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ കാണാത്ത ഒരു മികച്ച സിനിമ, ഒരു പക്ഷേ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സിനിമ എന്ന് തന്നെ പറയാം. എന്തായാലും ഒരു തമാശ അല്ലെങ്കിൽ രസകരമായിട്ടുള്ള കാര്യം മാത്രമായിട്ടാണ് പറഞ്ഞത്. ആരോ പടച്ചു വിട്ട ഒരു കഥയാണിത്. എന്നിരുന്നാലും നമുക്കതൊരു രസകരമായിട്ട് തന്നെ കാണാം. കാരണം ഓരോരുത്തരുടെയും മാനസികാവസ്ഥ അങ്ങനെ തന്നെയാണ്. കാരണം ഒരു സിനിമ നശിക്കുന്ന കാണാൻ കൊതിക്കുന്ന വ്യക്തിയുടെ ആ ഒരു കളക്ഷൻ അപ്ഡേറ്റാണ് നമുക്ക് ആദ്യം കാണുന്നത്. ഈ സിനിമയൊക്കെ എങ്ങനെയെങ്കിലും വിജയിച്ച് പോട്ടടേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം താങ്കളുടെ കയ്യിൽ നിന്നും എടുക്കണ്ടല്ലോ. താങ്കൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഈ സിനിമ കാണാൻ പോകണ്ട, 150 രൂപ കളയണമെന്നില്ല. പക്ഷേ ബാക്കി കാണാനുള്ളവർ കണ്ടുപോട്ടെ. എന്തിനാണ് അവരെ വെറുപ്പിക്കുന്നത്? എന്തായാലും സിനിമ വലിയ ഒരു സക്സസ്സായി മുന്നോട്ട് പോകുന്നു. ഇതിനോടകം തന്നെ 1 കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ടാകാം. ഒഫീഷ്യലായിട്ടോ അല്ലെങ്കിൽ ഇതുവരെ സ്ഥിരീകരിക്കാവുന്ന ഒരു റിപ്പോർട്ടും സിനിമയുടെ വന്നിട്ടില്ല. ഇന്ന് നമ്മൾ കാണുന്ന കളക്ഷൻ എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന സാധാരണ അപ്ഡേറ്റുകൾ മാത്രമാണ്. ട്രാക്കേഴ്സ് ഇല്ല, അണിയറ പ്രവർത്തകരിൽ നിന്ന് വന്നിട്ടില്ല. പിന്നീട് കുറച്ച് അണിയറയുമായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ലെവലിൽ വരുന്ന ട്വിറ്ററിലുള്ള കുറച്ച് വെരിഫൈഡ് അക്കൗണ്ടുകൾ നിന്ന് വരുന്നതാണ്. അവർ തന്നെ ഇടുന്ന പല കണക്കുകളും പല കാര്യങ്ങളും തെറ്റാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ബോധ്യമായി. വേറെ ഒന്നുമല്ല, നയൻതാര മമ്മൂട്ടി ഒരുമിച്ചുള്ള സിനിമ ഇല്ല എന്നുള്ളൊരു കാര്യം. അതായത് ട്രിപ്പിൾ അതിൽ നയൻതാര ഇല്ല എന്നൊരു വാർത്ത വരികയും പിന്നീട് അവർ തിരുത്തുകയും അതേപോലെ തന്നെ പല ന്യൂസുകൾ അവർ പറയുകയും അതെല്ലാം തെറ്റാണെന്ന് അവർക്ക് തന്നെ ബോധ്യമാവുകയും പിന്നീട് ഈ പറഞ്ഞ പോലെ കളക്ഷൻ്റെ കാര്യവും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ്, അതായത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് അതും വലിയ ബ്ലണ്ടറായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാവുകയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും കളക്ഷൻ പുറത്ത് വിടുന്നതെന്ന് നിങ്ങൾക്കൊന്ന് അപ്ഡേറ്റ് തരികയാണ്. ഈ ഒരു സിനിമയുടെ നമുക്ക് തിരക്കും കാര്യങ്ങളുമൊക്കെ കണ്ട് സോഷ്യൽ മീഡിയയിലും വന്നിരിക്കുന്ന ഏറ്റവും ഉചിതമെന്ന് തോന്നുന്ന കണക്കുകളാണ് പുറത്ത് വിടുന്നത്. അപ്പോൾ വിശ്വസിക്കാം. ഒരു ട്രാക്കേഴ്സും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കണക്കുകൾ കൊണ്ടുവന്നിട്ടില്ല. ഒരു ട്രാക്കേഴ്സും ഇതിന് പുറകെ ഇറങ്ങിയിട്ടില്ല. അണിയർ പ്രവർത്തകർ, പ്രൊഡ്യൂസർ ആരും ഇതിന് വിട്ടിട്ടില്ല. അവരുടെ ഉദ്ദേശം ഇതിൻ്റെ കളക്ഷൻ മാത്രമല്ല, ഈ ഒരു പ്രൊഡക്റ്റ് അവരുടെ കയ്യിലേക്ക് വരിക. ഇതിന് പ്രിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സിനിമയായിരുന്നു. അത് പ്രിൻ്റ് അവരുടെ തിരിച്ച് കയ്യിലേക്ക് വന്നു. ഇനി സാറ്റലൈറ്റ് OTT ഒക്കെ വരുമ്പോഴത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു എമൗണ്ട് അവർക്ക് വരും. കാലാകാലങ്ങളോളം ഈ ഒരു സിനിമയുടെ ഓണർഷിപ്പ് അവരുടെ കയ്യിലേക്ക് തിരിച്ച് മുറുകെ പിടിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒട്ടുമിക്ക സിനിമകളും റിലീസിലേക്ക് എത്തുന്നതിൻ്റെ കാര്യം. പലതും മുടക്കുന്ന അല്ലെങ്കിൽ 1 കോടിക്ക് അല്ലെങ്കിൽ 50 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് 4Kയിലേക്ക് മാറ്റാനുള്ള ഒരു തുക. അതിൻ്റെ അടുത്തൊന്നും തിയേറ്ററുകളിൽ നിന്ന് മിക്ക സിനിമയ്ക്കും കിട്ടാറില്ല എന്നുള്ളതാണ്. എന്താണേലും 1-2 സിനിമകൾക്ക് കിട്ടി. മോഹൻലാലിൻ്റെ പരാജയപ്പെട്ട ഒരു ചിത്രത്തിന് കിട്ടി, അതേപോലെ സ്ഫടികത്തിന് കിട്ടി, അതേപോലെ തന്നെ ഇപ്പോൾ ഈ വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിനും അത് മുടക്കം മുതൽ തിരിച്ചു പിടിക്കാനുള്ള തിയേറ്ററിൽ നിന്നുള്ള വരുമാനവും കിട്ടുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ബോക്സ് ഓഫീസ് തീയിട്ട് മമ്മൂട്ടി മാജിക്കാണ് നമുക്ക് കാണുന്നത്. ഒരു പക്ഷേ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സിനിമയായിട്ട് തന്നെയാണ് ജനങ്ങൾ ഇതിനെ വാഴ്ത്തപ്പെടുന്നത്. ഒരു പക്ഷേ എന്നല്ല, തീർച്ചയായും ഇതിന് മുകളിലേക്ക് നിൽക്കാൻ ഒരു സിനിമ പോലും ചൂണ്ടിക്കാണിക്കാൻ പോലും ഇല്ല എന്നുള്ളത് തന്നെയാണ്. പൂർണ്ണത എന്നുള്ളത് ഇതാണ്. കംപ്ലീറ്റ് ആക്ടറും കംപ്ലീറ്റ് ആക്ടേഴ്സിൻ്റെ ഇതും കംപ്ലീറ്റ് ഡയറക്ടറും എല്ലാം തികഞ്ഞ ഒരേ ഒരു സിനിമയാണ് വടക്കൻ വീരഗാഥ എന്ന് പറയുന്നത്. ഇതിലെ മമ്മൂട്ടി മുതൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചവർ പോലും കംപ്ലീറ്റ് ആക്ടറൊന്നും നമുക്ക്
നമുക്ക് വിളിക്കാവുന്ന ആളുകൾ തന്നെയാണ്. അത്ര ഗംഭീരമായിട്ടാണ്, അതായത് ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് ഇല്ലാത്ത കാലത്ത് അത്ര പെർഫെക്ഷനോടെ സിനിമയിൽ എത്തി മികച്ച രീതിയിൽ പെർഫോം ചെയ്തവരാണ്. അവർ തന്നെയാണ് കംപ്ലീറ്റ് ആക്ടർ. നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേ മീഡിയാസ്.